പാർവും കുഞ്ഞിൽ നിന്ന് ഒരുക്കം. എവിടെ പോകാന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് അവളോട് റെഡിയായി വരാൻ പറഞ്ഞു. അലനെ കെട്ടുമ്പോൾ അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് പാർവിനൊപ്പം പോയി എല്ലാം പഠിച്ചു വെക്കാമെന്ന് കരുതി. അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ജെനി റെഡിയാവാൻ മുകളിലേക്ക് ചെന്നു. പോകുന്ന വഴി കണ്ടു അമ്പലത്തിൽ പാർവിനോടൊപ്പം പോകാൻ മത്സരിച്ചൊരുങ്ങുന്ന പ്രണവിനെയും രശ്മിയെയും രോഹിത്തിനെയും. റൂമിൽ ചെന്ന് ബാഗ് ബെഡിലേക്ക് ഇട്ടതും നാട്ടിൽ നിന്നും കോൾ വന്നിരുന്നു. അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, നിന്നെ എത്ര നേരം വിളിക്കണം ജെനി? നിനക്കെന്താ ഫോൺ എടുത്താൽ? ഇവിടുന്ന് പൊങ്ങും പറഞ്ഞിട്ട് പോയതും പോലല്ലോ അവിടെ പോയ ശേഷം ഞാൻ ഫോൺ എടുക്കാതെ ഇരുന്നില്ലല്ലോ. പപ്പ വിളിക്കുമ്പോൾ എല്ലാം ഞാൻ എടുത്ത് സംസാരിക്കാറുണ്ടല്ലോ. എൻ്റെ കാര്യമല്ല ക്രിസ്റ്റി, അവൻ്റെ കാര്യമാ. ക്രിസ്റ്റി 2 ദിവസം കൊണ്ട് നിന്നെ വിളിക്കുന്നു, നീ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇന്നെന്നെ വിളിച്ചിരുന്നു, ഞാൻ കണ്ടില്ല. കാണാതിരിക്കാൻ നീ അവിടെ തുലഞ്ഞു കിടക്കുവാണോ? നീ ജോലിക്ക് പോയി സമ്പാദിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. കാരണം നീ കൊണ്ടുവരുന്ന പണം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യം പാലയ്ക്ക് കുടുംബക്കാർക്കില്ല. ഞാൻ വിളിച്ചോളാം എന്നല്ല, വിളിക്കണം. ഇല്ലെങ്കിൽ ഞാനങ്ങ് വരും നിന്റെ അവിടുത്തെ ജോലി നിർത്തി കൂട്ടിക്കൊണ്ടുവരാൻ. എന്താടി ഒരു സന്തോഷമില്ലാത്ത നിന്റെ മുഖത്ത്? ഒരുങ്ങി വന്ന ജെനിയെ നോക്കി പാറു ചോദിച്ചു. സ്കൂളിലേക്ക് പോയി വന്നിട്ട് വീണ്ടും ഒരുങ്ങി ഇറങ്ങിയല്ലേ, അടുത്തു പോകാൻ അതിൻ്റെ ഒരു ക്ഷീണം. എങ്ങനെയുണ്ട് പുതിയ സ്കൂളും പിള്ളേരും? കൊള്ളാം. അതെ, 2 ആൾക്കും വന്നിട്ട് സംസാരിക്കാം. ഞാൻ നാളെ അങ്ങ് പോകും. അതിന് മുമ്പ് അമ്പലത്തിലേക്ക് പോയി ഒന്ന് ചുറ്റിയിട്ട് വരാം. ചുറ്റിലൊന്നുമില്ല, ഓൺലി അമ്പലം. പിന്നെ നിനക്കൊക്കെ ചുറ്റണമെങ്കിൽ കാർത്തി നമ്മളെ കൊണ്ടാക്കിയ ശേഷം അവനൊപ്പം പോയിട്ട് വന്നു. അത് ന്യായം. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ പോയാലേ നമ്മൾ ആണുങ്ങൾക്ക് ശരിയാവില്ല, അല്ലടെ രോഹിത്തെ? പിന്നെ അല്ലാതെ. അതും പറഞ്ഞ് 2 കുഞ്ഞിനെയും എടുത്ത് മുന്നേ നടക്കുമ്പോൾ അവർക്കൊപ്പം രശ്മിയുമുണ്ട്. പിന്നാലെ തന്നെ പാറുവും ജെനിയും ചെന്നു. കാശി, ചായ എടുക്കട്ടെ നിനക്ക്? വേണ്ട, ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ കയറി. പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ നേരം അലനും ഞാനും പുറത്തുനിന്നും കുടിച്ചു. അല്ല, കുഞ്ഞും പാറും എന്തേ? അമ്പലത്തിൽ പോയിരിക്കുക. ജെനി, രശ്മി, പ്രണവ്, രോഹിത്ത് എല്ലാവരും ഉണ്ട്. കാർത്തിയെ കൊണ്ട് പോയിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് ദേവുവിൻ്റെ വീടായതുകൊണ്ട് പാറുമോളും ജെനിമോളും അവിടെ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് അവിടെ കൂടെ കയറിയിട്ട് വരികയുള്ളെന്ന് പറഞ്ഞു. ദേവുവിൻ്റെ വീട്ടിൽ കൂടെ പോകുന്നുള്ള കൊണ്ടാവും. അവൻ ഇതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല എന്നോട്. അതിനവർ ചിരിച്ചു. എപ്പോൾ പോയതാ? ജെനിമോൾ വന്ന ശേഷമാ പോയെ. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. ഞാൻ ഒന്ന് കിടക്കട്ടെ ചെറിയമേ, നല്ല തലവേദന. ദേവുവിൻ്റെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞതും കാർത്തിയും ദേവുവിനെയും കാണാനില്ല. അപ്പോൾ തന്നെ പാറുവിനും ജെനിക്കും കാര്യം പിടികിട്ടി. അവൻ പെണ്ണിനെയും കൊണ്ട് കിട്ടിയ അവസരം മുതലെടുത്ത് മുങ്ങിയെന്ന്. ശോഭ കൊണ്ടുവന്ന് വെച്ച ചായയും പലഹാരങ്ങളും കഴിച്ച് അവർക്കൊപ്പം കുറേ നേരം ഇരുന്നു. സംസാരിച്ച ശേഷം യാത്ര പറഞ്ഞിറങ്ങാൻ എവിടെന്നോ എന്നെ പോലെ ദേവും കാർത്തിയും പൊട്ടിമുളച്ചു. 2ന്റെ മുഖത്ത് നല്ല കള്ളലക്ഷണം ഉണ്ടായിരുന്നു. ശോഭ നിൽക്കുന്നത് കൊണ്ട് പാറുവും ജെനിയും ഒന്നും മിണ്ടിയില്ല. സമയം ഇപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. ഇനിയും നിന്ന് ശരിയാവില്ല. ഇനി ഒരു ദിവസം രാവിലെ വരാം. അന്ന് പിന്നെ ഇവിടേക്ക് മൊത്തം ചുറ്റിക്കാണാൻ ചെയ്യാലോ. അന്ന് എപ്പോൾ വരണം എന്നുള്ള പറഞ്ഞാൽ മതി. എടുത്തിയെ ഞാൻ കൊണ്ടുവരില്ലേ? അയ്യോ വേണ്ടേ, ഞാനും ജെനിയും വന്നോളാം. ഞങ്ങൾക്കറിയാം വഴിയൊക്കെ. നീയായി കഷ്ടപ്പെടണ്ട. നിന്റെ കഷ്ടപ്പെടൽ എന്തിനു ഞങ്ങൾക്കറിയാം. അതിനവൻ നന്നായി ഇടിച്ചു. വീട്ടിലെത്തുമ്പോൾ 9 കഴിഞ്ഞു. പ്രണവ് നാളെ പോകുന്ന കൊണ്ട് തന്നെ രശ്മിക്കും രോഹിത്തിന് നല്ല സങ്കടം. അവരെക്കാൾ സങ്കടം കുഞ്ഞിക്കായിരുന്നു. കുഞ്ഞ് ആ നേരം തൊട്ട് ഉടുമ്പൊട്ടും പോലെ പ്രണവിനെ ചുറ്റിപ്പിടിച്ച് ഒട്ടിയതാണ്. പാറു എടുത്തിട്ട് പോലും അവൾ വന്നില്ല. ചേച്ചി ചെന്ന് ഫ്രഷായി വാ. കുഞ്ഞ് അഥവാ കരഞ്ഞ ഞാൻ കൊണ്ടുവന്നേക്കാം. അവൾ ഇന്നിനി കരയില്ല. അവൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും എവിടെയും അവളെ കൂട്ടാതെ പോകുമെന്ന് പറഞ്ഞ അന്ന് ഫുൾ അവരെ വിട്ട് മാറില്ല. ഇല്ലെങ്കിൽ പ്രണവിട്ട് നോക്കിക്കോ. പ്രണവ് ആണോ എന്നുള്ള മട്ടിൽ അവളെ നോക്കുമ്പോൾ കുഞ്ഞ് അതേയുള്ള രീതിയിൽ അവൻ്റെ കഴുത്തിൽ കൂടെ കരങ്ങളിട്ട് ചുറ്റിപ്പിടിച്ചിരുന്നു. ആ റൂമിൽ വരുമ്പോൾ കാശി ഉണ്ടായിരുന്നു. അവൻ ബെഡിൽ കിടക്കുമായിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. കണ്ണുകൾക്ക് മീതെ കരങ്ങൾ വെച്ച് കിടക്കുമായിരുന്നു. കണ്ടിട്ട് അവൻ നല്ല മയക്കത്തിലാണെന്ന് അവൾക്ക് തോന്നി. വരുമ്പോൾ സ്റ്റെല്ല പറഞ്ഞു കാശിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കാൻ പോയതെന്ന്. അമ്പലത്തിൽ പോയി വന്നതും കൊണ്ട് തന്നെ പാറു വേഗം ഡ്രസ്സ് മാറാൻ നിന്നു. രാത്രിയിലേക്കിട്ട ഫുഡിലുള്ള സ്റ്റെല്ലയ്ക്കൊപ്പം നിന്ന് സഹായിക്കാൻ സാരി മാറ്റി നോർമൽ ഒരു ടോപ്പും പാവടയും ഇട്ട് അവൾ താഴേക്ക് പോകുമ്പോൾ കാശി എഴുന്നേറ്റിരുന്നില്ല. എല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ കുഞ്ഞിയെ കൂട്ടി പ്രണവ് കാശിയെ വിളിക്കാൻ ചെന്നു. കാശി വിശപ്പില്ല, നിങ്ങളെല്ലാവരും കഴിച്ചോളാൻ പറഞ്ഞ് കുഞ്ഞിക്ക് ഉമ്മയും കൊടുത്തുകൊണ്ട് വീണ്ടും കിടന്നു. പാറുവിന് കാശി കഴിക്കാത്തത് കൊണ്ട് അവൾക്കും വേണ്ടെന്ന് തന്നെയായിരുന്നു. സ്റ്റെല്ലയുടെ കൂടെ നിന്ന് കിച്ചണൊക്കെ ഒതുക്കിയ ശേഷം പ്രണവിനൊപ്പം ഇരുന്ന കുഞ്ഞിയെ റൂമിലേക്ക് പോകാനായി കൂട്ടി. എവിടെ ആള് പ്രണവിനെ വിട്ട് വരുന്നില്ല.
അവസാനം അവൾ വിഷമിപ്പിക്കേണ്ട, അവൾ കരഞ്ഞ രാത്രി കൊണ്ട് വന്നേക്കെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ പാറു നേരെ റൂമിലേക്ക് പോന്നു. പാറു വരുമ്പോൾ കാശി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഏട്ടനെന്താ കഴിക്കാൻ വരാഞ്ഞത്? വല്ലാത്ത തലവേദന, അതാ. നീ കഴിച്ചോ? എനിക്കും തലവേദന. ഓഹോ, അല്ല കുഞ്ഞെന്തേ? നാളെ പ്രണവ് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കാണാതെ അവൻ പോകുമെന്ന് പേടിച്ച് അവനെ വിടാതെ പിടിച്ച് നിർത്താനാണെന്ന് തോന്നുന്നു. അവനൊപ്പം പോയിട്ടുണ്ട്. പാറു ബെഡ്ഷീറ്റ് ഒന്നുകൂടി വിരിച്ചുകൊണ്ട് അതിലേക്ക് കയറി കിടന്നു. അവൾക്കരികിലായി കാശിയും. ഏറെ നേരമായും അവൾ തന്നെ നോക്കിയില്ലെന്ന് കണ്ടതും കാശ് അവളുടെ ദേഹത്തുകൂടെ കരങ്ങൾ കൊണ്ട് പരതാൻ തുടങ്ങി. അവൾ മിണ്ടാതെ തന്നെ കിടക്കുന്നു കണ്ടതും അവൻ അവൾ ഒറ്റ വലിക്ക് മറിച്ചുകൊണ്ട് മീതെ കയറി കിടന്നു. എന്താടി ഒരു മൗനം? കാശിയുടെ എന്താ ഫുഡ് കഴിക്കാത്തെ? ഓ അതാണോ? എനിക്കിപ്പോൾ ഫുഡിനോടല്ല വിശപ്പ്, പിന്നെ നിന്നോട്. അവൻ അവളുടെ കണ്ണുകൾ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ നിന്നോടാ വിശപ്പ്. അത് മാറണമെങ്കിൽ നിന്നെപ്പോലെ നീ എന്നിൽ തന്നെ ചേരണം. ഇന്ന് പിന്നെ നിന്നെ എന്തും ഒരു പരിധിയും കൂടാതെ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. കാരണം കുഞ്ഞില്ല. അയ്യോ, എൻ്റെ വിശപ്പ് മാറ്റി തരുമോ നീ ഇപ്പോൾ? കാശിയേട്ടാ, അങ്ങനെ വിളിക്കല്ലേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവില്ല. കാശിയേട്ടാ. അവൾ അവൻ്റെ കണ്ണുകൾ നോക്കി വീണ്ടും വിളിച്ചു. ആ നിമിഷം അവനെ തന്നെ നഷ്ടമായി പോയിരുന്നു. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലൂടെ മുറുകി. ഒപ്പം അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു കുടിക്കാൻ തുടങ്ങി. കഴുത്തിന് ചുറ്റും അവൻ നാവും പല്ലും കൊണ്ട് ആ പെണ്ണിനെ ഉണർത്തി. അവളിൽ അവൻ ലയിക്കാനുള്ള ഉന്മാദം നിറഞ്ഞു. പതുക്കെ കഴുത്തിൽ നിന്നും ചുണ്ടിലേക്ക് ചേക്കേറി അവയെ സ്വന്തമാക്കി നുണഞ്ഞു. ഈ നിമിഷം പരസ്പരം ഒരുമിച്ച് ലയിക്കാൻ അവരുടെ മനസ്സും ശരീരവും തീവ്രമായി ആഗ്രഹിച്ചു. കാശ് അവളുടെ ഓരോ അണവും ചുംബിച്ചുണർത്തി. അവൾക്ക് അവളെ തന്നെ നഷ്ടമാവുന്ന പോലെ തോന്നി. ഓരോ വസ്ത്രവും തന്നിൽ നിന്ന് അടർത്തി മാറ്റി തന്നിലേക്ക് അവൻ്റെ മേനിയെ ചേർക്കുമ്പോൾ അവൾ വിവശയായി. ചുംബനം വഴി തെറ്റി താഴേക്കിറന്ന് ഊർന്നിറങ്ങുമ്പോൾ അവിടെല്ലാം ചുണ്ടുകൾക്ക് പുറമെ അവൻ്റെ പല്ലുകളും നാവുകളും അലഞ്ഞു. ആ രാത്രിയുടെ യാമത്തിൽ ഒരു പേമാരിയായി അവളിലേക്ക് അവൻ ഉയർച്ച താഴ്ചകൾ നൽകിക്കൊണ്ട് അവളിലെ പെണ്ണിനെ പൂർണ്ണമാക്കി മാറ്റിയിരുന്നു. കുഞ്ഞ് എഴുന്നേൽക്കും മുമ്പ് തന്നെ പ്രണവ് ഒരുങ്ങിയിറങ്ങി. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിയെ നെറ്റിൽ ചുണ്ടുകൾ ചേർത്ത ശേഷം അവൻ അകന്ന് മാറുമ്പോൾ കണ്ടു താൻ പോകുന്ന സങ്കടത്തോടെ നിറക്കണ്ണുകളോടെ നിൽക്കുന്ന രോഹിത്തിനെയും പ്രണവിനെയും. അയ്യോ, എന്താണത്? ആൺപിള്ളേർ ഇങ്ങനെ കരയാൻ പാടില്ല, പ്രണവ് കളിയോടെ പറഞ്ഞു. പ്രണവേട്ടൻ ഇന്ന് തന്നെ പോണം, കാരണം വീട്ടിലറിയാതല്ലേ വന്നത്. അതും ടൂറ് പോകുമെന്ന് പറഞ്ഞ്. ടൂറ് പോയവർ ഇന്ന് ഈ വഴി വരും. അവരുടെ കൂടെ ഇവിടെ നിന്ന് കയറണം. ഇന്നൊരു ദിവസം അവർക്കൊപ്പം ചുറ്റി നാളെ രാവിലെ വീട്ടിലെത്തും. ഇനി എന്നാ പ്രണവേട്ടൻ ഇങ്ങോട്ട് വരിക? ഇതുപോലെ അവസരം കിട്ടിയാൽ ഇപ്പോൾ ചാടിയെന്ന് കരുതിയാൽ മതി. വരണം, ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ എന്നും വിളിക്കണം ഞങ്ങളെ, കേട്ടോ? നീയൊക്കെ എന്നെ സെൻറ്റി അടിച്ച പിന്നെ എനിക്കിവിടെ സന്തോഷമായിട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്രയും പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. രോഹിത്തും രശ്മിയും ഒപ്പം പ്രണവ് വരുമ്പോൾ കാശി, പാർവതി, കാർത്തി, ജെനി, സ്റ്റെല്ല എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങുക ചേച്ചി. അത് പറയുമ്പോൾ രണ്ടുപേരും പരസ്പരം കരഞ്ഞിരുന്നു. ഇനി നിന്ന ഞാൻ. അത്രയും പറഞ്ഞ് അവളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് കാശിയെ നോക്കി പറഞ്ഞു. എൻ്റെ ചേച്ചിയെ നോക്കിക്കോണേ ഏട്ടാ. അവളുടെ കണ്ണൊരിക്കലും നിറയാൻ പാടില്ല, അതെനിക്ക് സഹിക്കില്ല. അത്രയും പറഞ്ഞ് അവൻ ആരെയും നോക്കാതെ പുറത്തേക്ക് പാഞ്ഞു. കാർത്തിക്കൊപ്പം കാറിൽ കയറിയിരിക്കുമ്പോൾ പാറു അവനെ നോക്കി. എന്നാൽ അവൻ അവളെ നോക്കാതെ വണ്ടിയെടുക്കാൻ പോകുമ്പോൾ അവൻ മുന്നിലേക്ക് വണ്ടിയെടുത്തിരുന്നു. അവൻ പോകുന്ന വണ്ടി ഗേറ്റ് കടന്ന് കൺമുമ്പിൽ നിന്നും മറിഞ്ഞതും ഒരു കരച്ചിലൂടെ പാറ അകത്തേക്ക് ഓടിപ്പോയി. ഈ സമയം ഏട്ടൻ വേണം അവളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇന്ന് മൊത്തം ഇത് ഓർത്ത് കരഞ്ഞിരുന്നു വരും. കാരണം അത്രയ്ക്കിഷ്ടം അവൾക്ക് ആ പോയവനെ. അതുപോലെ അവനും. കാശ് പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് വന്നു. അവൻ റൂം ലോക്കാക്കി തിരിയുമ്പോൾ കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്ന പാറുവിനെ. അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അവളെ വിളിച്ചു, പാർവതി. അവൾ വിളി കേട്ടില്ല. വീണ്ടും അതേ കരച്ചിൽ, പാർവതി. അവൻ വീണ്ടും വിളിച്ചു. അവൾ ഇപ്പോഴും അവനെ നോക്കാതെ കരയുന്നത് കണ്ട് അവൻ അവളെ നോക്കി വീണ്ടും പറഞ്ഞു, പാർവതി, മതി കരഞ്ഞത്, എന്നിട്ട് മുഖം കഴുകുക. അവൾ ഇപ്രാവശ്യം അത് നിഷേധിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടതും അവന് ദേഷ്യം വന്നു. നിന്നോടല്ലടി പറഞ്ഞു എഴുന്നേക്കാൻ. അത്രയും പറഞ്ഞ് ബെഡിൽ ആഞ്ഞടിച്ചു. ആ നിമിഷം പാർവതി പേടിച്ച് എഴുന്നേറ്റു. അവൻ അവളെ നോക്കി കരഞ്ഞ് കണ്ണുകൾ രണ്ടും ചുവന്നിട്ടുണ്ട്. നിന്റെ അനിയൻ പോകുമ്പോൾ പറഞ്ഞേൽപ്പിച്ചത് നീയും കണ്ടല്ലേ, നിന്റെ കണ്ണ് നിറയെ നോക്കണമെന്ന്. എന്നിട്ട് നീയോ ഇവിടെ വന്ന് കിടന്ന് മൂങ്ങുന്നു. എനിക്കറിയില്ല, അവൻ പോയപ്പോൾ ആരുമില്ലാതായ പോലെ. അപ്പം ഞാനും കുഞ്ഞും നിന്റെ ആരുമല്ലേ? അവൻ്റെ മുഖം ചുവന്നു. കാശിയേട്ട,
ഞാൻ അങ്ങനെയല്ല. അവൾ പറയാൻ തുടങ്ങിയത് അവളെ പൂർണ്ണയാക്കാതെ അവിടെ എഴുന്നേറ്റ് പോകാൻ പോയ കാശിയുടെ കരങ്ങൾ അവൾ പിടിച്ചു. എന്നാൽ അത് തട്ടിമാറ്റി പോകാന്നതും കാശിക്ക് മുന്നിലെ വന്നുകൊണ്ട് അവരുടെ നെഞ്ചിൽ ചേർന്ന് വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് കാശിയേട്ടനും കുഞ്ഞും എൻ്റെ ജീവന, ജീവൻ്റെ ജീവൻ. നിങ്ങൾ രണ്ടാളും ഇല്ലെങ്കിൽ ഈ പാറുവില്ല. അവൻ എൻ്റെ അനിയനല്ലേ. ഇത്രയും ദിവസം അടുത്തുണ്ടായിട്ട് പോകുമെന്ന് കണ്ട എങ്ങനെ സഹിക്കും? അതാ ഞാൻ. എനിക്ക് പോണം. മാറിക്ക നീ. ഇല്ല മാറ് പാർവതി, ഇനി വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ എന്ന പാറു അടുത്ത നിമിഷം കാശിയുടെ കാൽപാദത്തിൽ കയറി നിന്നുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ കവർന്നു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി അവനെ അമ്പരിപ്പിച്ചു. എന്നാൽ അവൾ അവനെ തീവ്രമായി ചുംബിച്ചുകൊണ്ട് പിടഞ്ഞു മാറാനും അവളെ പിടി അവളുടെ ഇടുപ്പിൽ കൂടെ മുറുകി അവളെ കറക്കിയെടുത്ത് ചുവരോട് ചേർത്ത് നിർത്തി. അവളുടെ കാലുകൾ അവൻ്റെ ഇടുപ്പിൻ്റെ 2 സൈഡിലേക്ക് ചേർത്ത് വെച്ചു. പിന്നെ അവളായി തുടങ്ങിയ ചുംബനം അവനായി ഏറ്റെടുത്ത് ചുംബിക്കുമ്പോൾ രണ്ടുപേരും വീണ്ടും ഒന്നാകുവാൻ വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു. കുഞ്ഞി കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ ബെഡിൻ്റെ 2 സൈഡിലായി മൗനമായി വിഷമിച്ചിരിക്കുന്ന രശ്മിയെയും രോഹിത്തിനെയുമാണ് കണ്ടത്. അവൾ ചുറ്റും വീണ്ടും കണ്ണോടിച്ചു. എന്നാൽ പ്രണവിനെ മാത്രം അവൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. അവൾ കുഞ്ഞിക്കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് രോഹിത്തിൻ്റെ മടിയിൽ വലിഞ്ഞു കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു, പ്രഭു എവിടെ? അവനൊന്നും മിണ്ടിയില്ല. അത് കണ്ടതും കുഞ്ഞ് അവൻ്റെ കരങ്ങളിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ കുഞ്ഞിയെ നോക്കി പറഞ്ഞു, പ്രണവട്ടം പോയി. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അവൾ കരയാൻ തുടങ്ങി. അത് അവനെ അടിച്ചുകൊണ്ട് രോഹിത്ത് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. എവിടെ? അവൾ അതേ കരച്ചിലും. അവൾ അവനിൽ നിന്ന് നിലത്തിറങ്ങി റൂമിന് വെളിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി. കാശിയുടെ നെഞ്ചിൽ തളർന്നു കിടക്കുകയായിരുന്നു പാർവതി. അവൻ അവളെ തന്നെ നോക്കി കിടക്കുമ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നു.